A+2 സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ എപ്പിസോഡായി അവതരിപ്പിക്കുന്നു. ആദ്യം ഈ എപ്പിസോഡ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഭൂമിയിൽ അളവിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണോ റവന്യൂ വകുപ്പിനാണോ? പട്ടയം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കേണ്ടത് റവന്യൂ വകുപ്പാണോ അതോ സിവിൽ കോടതികളാണോ? ഈ രണ്ട് വിഷയങ്ങളുടെയും ഉത്തരം പൂർണ്ണമായും നൽകുന്ന എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് നിങ്ങൾ അവസാനം വരെ കാണുക. കാരണം എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ഇത് ഗുണപ്പെട്ടേക്കാം. ചില ആളുകൾ ഇത്തരം വിഷമസന്ധിയിൽ ഇപ്പോൾ തന്നെ അകപ്പെട്ടിട്ടുണ്ട്. ഈ സ്റ്റോറി ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. 2023 വരെ ഒരു ഭൂമിയുടെ ലാൻഡ് ടാക്സ്, കരം, ഭൂനികുതി ഒരാളിൽ നിന്ന് റവന്യൂ വകുപ്പ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾ കൃത്യമായും ഇതിൻ്റെ ലാൻഡ് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ 2024 ടാക്സ് അടയ്ക്കാൻ പോയപ്പോൾ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ തുക സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിന് പറഞ്ഞ കാരണം ഈ ഭൂമി നേരത്തെ തന്നെ സർക്കാർ പൊന്നും വിലയ്ക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ എടുത്തിട്ടില്ല എന്ന് കാണിക്കുന്ന രേഖ ഭൂമിയുടെ ഉടമസ്ഥൻ റവന്യൂ വകുപ്പിൽ ഹാജരാക്കണം. അല്ലെങ്കിൽ നികുതി സ്വീകരിക്കുന്നതല്ല എന്ന് അദ്ദേഹത്തിനോട് പറയുന്നു. ഈ ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഒരു ജയകുമാറാണ്. ഈ സംഭവം നടക്കുന്നത് വാമനപുരം വില്ലേജുമായി ബന്ധപ്പെട്ടാണ്. ആകെയുള്ള സ്ഥലം 3.25 സെൻറ്റ് മാത്രമാണ്. വിജയകുമാർ ഈ സ്ഥലത്തിൻ്റെ കരം 2024 അടയ്ക്കാൻ എത്തുമ്പോഴാണ് അദ്ദേഹത്തിനെ അത് അടപ്പിക്കാതെ ഈ വില്ലേജ് ഓഫീസിൽ നിന്നും തിരിച്ച് അയക്കുന്നത്. അടയ്ക്കാൻ അനുവദിച്ചില്ല. ഈ പറഞ്ഞത് റീസർവേ നടന്നപ്പോൾ പരാതിക്കാരൻ്റെ സ്ഥലം സർക്കാർ പൊന്നും വിലയ്ക്ക് എടുത്തതായി കാണുന്നു. അല്ലെങ്കിൽ അത് എടുത്തിട്ടില്ലെന്ന് കാണിക്കുന്ന രേഖ ഇതിൻ്റെ ഉടമസ്ഥനായ വിജയകുമാർ ഹാജരാക്കണം എന്നുള്ളതാണ്. വിജയകുമാർ അത് കേട്ട് പിന്തിരിയാനൊന്നും തയ്യാറായില്ല. വിജയകുമാർ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. മനുഷ്യാവകാശ കമ്മീഷനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിനെ ശരിക്കും മുൾമുനയിൽ നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ലാൻഡ് ടാക്സ് ആക്ട് സെക്ഷൻ 33D പ്രകാരം ഭൂനികുതി സ്വീകരിക്കാൻ തീർച്ചയായും ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിന് ബാധ്യത ഉണ്ടെന്ന് തന്നെ പല കേസുകളിൽ ആയി ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതും ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. 1938 ഉണ്ടായ ഭൂമി ഏറ്റെടുക്കൽ രേഖ പരാതിക്കാരൻ കൊണ്ട് ഹാജരാക്കണം എന്ന് പറയുന്നത് നീതികേടാണെന്ന് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പറഞ്ഞതാണ്, ഭൂമിയിൽ കുറവുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് റവന്യൂ വകുപ്പാണ്, ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥനല്ല. വകുപ്പ് തന്നെ അതിന് ബാധ്യത ഉണ്ടെന്നിരിക്കെ വ്യക്തിയോട് അഥവാ സ്ഥലം ഉടമസ്ഥനോട് നിങ്ങൾ ഭൂമി കുറവായതിൻ്റെ പൊന്നും വിലക്കെടുത്തതുമായി ബന്ധപ്പെട്ട രേഖ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത് നീതികേടാണെന്ന് തന്നെ പറയുകയും ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിരവധി ഉത്തരവുകൾ ഉള്ളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പട്ടയം സംബന്ധിച്ചിട്ടുള്ള തർക്കമുണ്ടെങ്കിലും സിവിൽ കോടതിയാണ് അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതെന്നും റവന്യൂ വകുപ്പിന് അതിനുള്ള അധികാരമില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു വച്ചു. അതെല്ലാം പറഞ്ഞത് ഹൈക്കോടതിയുടെ പല ഉത്തരവുകളും ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ്. ഇത് പറയുക മാത്രമല്ല, അടുത്ത മാസം കേസ് പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അന്നേരം തഹസിൽദാരോട് നേരിട്ട് വ്യക്തമായ റിപ്പോർട്ട് സഹിതം ഹാജരാകാനാണ്
മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭൂമിയെ സംബന്ധിച്ച് ഇതുപോലെ ഏതെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ട് ഈ വില്ലേജിലോ അതുപോലെ താലൂക്കിലോ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങളതെല്ലാം തലവിധിയാണ് എന്ന് കരുതി വീട്ടിൽ ഉറങ്ങാൻ പോകരുത്. മറിച്ച് ഇതുപോലെ വിജയകുമാറിനെ പോലുള്ളവർ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് പോലെ നിങ്ങളും ഇറങ്ങുക തന്നെ വേണം എന്നുള്ളതാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്.